നമസ്കാരം. എക്സ് ഫാക്ടർ ദ ഇലക്ഷൻ ഷോ തുടങ്ങുകയാണ്. ഇന്ന് പരിശോധിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന ഇടം. തൃണമൂലും BJPയും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് ബംഗാളിൽ. കോൺഗ്രസും CPIഎമ്മും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാകും? പരിശോധിക്കാം എക്സ് ഫാക്ടർ. 3 ദശാബ്ദത്തിലേറെ ഇടതു കോട്ടയായിരുന്ന പശ്ചിമ ബംഗാൾ. കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടായിരുന്ന 70കളുടെ അവസാനം മുതൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുകൾ തൂത്തുവാരിയിരുന്നു CPIM നേതൃത്വത്തിലുള്ള ഇടത് ശക്തി പാർലമെന്റിലും നിറഞ്ഞു നിന്നത് ബംഗാൾ കരുത്തുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ CPM ക്ഷയിച്ചു. മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കയ്യിലാണിപ്പോൾ പശ്ചിമ ബംഗാൾ ഭരണം. കോൺഗ്രസിൽ നിന്ന് തുടങ്ങിയ മമത പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ബംഗാളിന്റെ മുഖം മാറ്റി എഴുതി. തൃണമൂൽ ശക്തി ആർജിച്ചതിന് പിന്നിൽ നന്ദിഗ്രാം, സിംഘൂർ സമരങ്ങളും കാരണമായിട്ടുണ്ട്. 2004-ൽ വാജ്പേയി സർക്കാർ പരാജയപ്പെടുകയും UPAയ്ക്ക് മുൻതൂക്കം കിട്ടുകയും ചെയ്തപ്പോൾ ബംഗാളിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റമുണ്ടാക്കി. അന്ന് UPA സർക്കാർ രൂപീകരണത്തിൽ ഇടതിന്റെ പിന്തുണ നിർണായകമായി. തൃണമൂലിന് അന്ന് ലഭിച്ചത് വെറും 1 സീറ്റാണ്, കോൺഗ്രസിന് 6. ആ കണക്കുകളൊന്ന് നോക്കാം. 38.6% വോട്ടുകൾ പിടിച്ച CPIഎമ്മിന് 26 സീറ്റുകളാണ് ലഭിച്ചത്. 14.6% വോട്ടുകൾ നേടിയ കോൺഗ്രസ് ആകട്ടെ 6 സീറ്റുകൾ നേടി. CPI 3 സീറ്റുകളും. 4.5% വോട്ടുകൾ നേടിയ RSP 3 സീറ്റുകൾ. 3.7% വോട്ടുകൾ നേടിയ ഫോർവേഡ് ബ്ലോക്ക് 3 സീറ്റുകൾ നേടി. 21%-ലധികം വോട്ട് നേടിയ തൃണമൂൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. പക്ഷേ 1 സീറ്റിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ന് BJPയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 1999-ൽ BJPയുമായി ഒന്നിച്ചു മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഇടതിന് ലഭിച്ചത് 28 സീറ്റാണ്. മാറ്റങ്ങൾ തുടങ്ങുന്നത് UPA പോലെ തന്നെ പശ്ചിമ ബംഗാളിലും 2009-ലാണ്. കണക്കുകളിലേക്ക് വീണ്ടും നോക്കാം. തൃണമൂൽ കോൺഗ്രസ് 31.2% വോട്ട് നേടി 19 സീറ്റുകളാണ് പിടിച്ചത്. CPIഎമ്മിനാണ് വോട്ട് ശതമാനം കൂടുതൽ ലഭിച്ചതെങ്കിലും 9 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കോൺഗ്രസ് 13.5% വോട്ട് പിടിച്ച് 6 സീറ്റ് സ്വന്തമാക്കി. 3.6% വോട്ടുമായി CPIക്ക് കിട്ടിയത് 2 സീറ്റാണ്. ഫോർവേഡ് ബ്ലോക്കും RSPയും 2 സീറ്റുകളിൽ വീതം ജയിച്ചു. BJP ഇവരെക്കാളൊക്കെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. 6.4% വോട്ട് നേടിയ BJPക്ക് പക്ഷേ കിട്ടിയത് 1 സീറ്റാണ്. 2014 കണക്കുകൾ നോക്കിയാൽ വോട്ട് വിഹിതം ഉയർത്തിയ തൃണമൂൽ സീറ്റുകളിൽ വലിയ വർധനയുണ്ടാക്കി. 19 നിന്നും 34-ലേക്ക് സീറ്റ് നില ഉയർന്നു. 39.8% വോട്ടാണ് മമതയും കൂട്ടരും പിടിച്ചത്. കോൺഗ്രസിന്റെ വോട്ട് വിഹിതം പക്ഷേ കുറയുകയായിരുന്നു. 9.7% വോട്ട് നേടിയ കോൺഗ്രസ് 4 സീറ്റ് നേടി. CPIഎമ്മിന് പക്ഷേ വോട്ട് വിഹിതം ഉയർത്താനായി. 23% വോട്ട് പിടിച്ച CPIഎമ്മിന് പക്ഷേ കിട്ടിയത് 2 സീറ്റാണ്. BJPയും വോട്ട് വിഹിതം 3 ഇരട്ടിയാക്കി. 17% വോട്ട് പിടിച്ച BJP 2 സീറ്റുകളാണ് നേടിയത്. 2019-ൽ BJPയുടെ വലിയ മുന്നേറ്റം BJP ഭരണം പിടിക്കുമെന്ന പ്രതീതിയുണ്ടാക്കി. മിഷൻ ബംഗാളിനായി മോദിയും അമിത്ഷായും വ്യാപകമായ പ്രചാരണം നടത്തി. അന്നത്തെ ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ മമത പോര് അതിരൂക്ഷമായിരുന്നു. തൃണമൂലിൽ നിന്ന് പലരും BJPയിലേക്ക് ചേക്കേറി. കേന്ദ്ര ഏജൻസികൾ ബംഗാളിൽ കയറിയിറങ്ങി. കണക്കുകൾ നോക്കിയാൽ തൃണമൂലും BJPയും വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. 43.7% വോട്ട് പിടിച്ച തൃണമൂലിന് പക്ഷേ സീറ്റുകൾ കുറയുകയായിരുന്നു. 34-ൽ നിന്ന് 22-ലേക്ക് ചുരുങ്ങി. BJP ആകട്ടെ ഇരട്ടിയിലധികം വോട്ട് പിടിച്ചു. 40.6% വോട്ട് പിടിച്ച BJP 9 ഇരട്ടിയിലധികം സീറ്റുകൾ നേടി. അതായത് 2-ൽ നിന്ന് 18-ലേക്കുള്ള വലിയ മുന്നേറ്റമാണ് സംഭവിച്ചത്. 5.7% വോട്ട് പിടിച്ച കോൺഗ്രസ് 2 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽക്കുള്ള വളർച്ച BJP തുടരുമോ എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. അതിനൊപ്പം CPIഎം പതുക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയും കാണുന്നു. CPIഎം DYFI പ്രകടനങ്ങളിലെ ജനലക്ഷങ്ങളുടെ സാന്നിധ്യം അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. മമതയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ബന്ധം ഇനിയും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ദേശീയ നേതൃത്വം സഖ്യം ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം മമതയെ ശത്രുപക്ഷത്ത് നിർത്തി. CPIഎം കോൺഗ്രസ് സ്വാഭാവിക സഖ്യവും തൃണമൂലും BJPയും ഒറ്റയ്ക്കും മത്സരിക്കുമ്പോൾ ആർക്കാണ് നഷ്ടം? വിശകലനവുമായി ഇന്ത്യൻ എക്സ്പ്രസ് ഡെപ്യൂട്ടി എഡിറ്റർ ലിസ് മാത്യു ഉണ്ട്. ലിസ് മാത്യു, ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മമത തീരുമാനിച്ചിരിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസും എതിരാളികളായി വരുന്നു, CPM എതിരാളികളായി വരുന്നു, BJPയും. അപ്പോൾ ആർക്കാണ് നേട്ടം സംഭവിക്കുക?
ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് ലോക്സഭാ ഇലക്ഷനാണ്. അതിനകത്ത് നമുക്കറിയാം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കും BJPക്കും ഒരു വളരെ ക്ലിയർ എഡ്ജ് ഉള്ളതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ആൾക്കാരും ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ കഴിഞ്ഞ റീസെൻ്റ് അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ നടത്തിയ യാത്രകളിൽ നിന്നും ആകെ നമുക്ക് കിട്ടുന്ന ചില ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായ ഒരു ലീഡ് അവർക്കുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബംഗാൾ ശരിയാണ്, കഴിഞ്ഞ BJP വലിയ ഹൈ പിച്ച്ഡ് ക്യാമ്പയിൻ നടത്തിയിട്ടും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ മമതാ ബാനർജിയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് BJPയെ തോൽപ്പിച്ചതാണ്. അതിനുശേഷം കുറേയേറെ മാറ്റങ്ങൾ അവിടെ രണ്ട് പാർട്ടിയിലും ഉണ്ടായി. ഈ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് ഇലക്ഷന് മുമ്പ് ഇങ്ങോട്ട് BJPയിലേക്ക് വന്ന പല നേതാക്കന്മാരും തിരിച്ചുപോയി. ഇപ്പോൾ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് കേട്ടത് അർജുൻ സിംഗ് എന്ന് പറയുന്ന നേതാവ് തിരിച്ച് BJPയിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അർജുൻ സിംഗ് എന്ന് പറയുന്ന നേതാവിനെ പറ്റി സാധാരണ പറയുന്നത് അദ്ദേഹം ഗ്രൗണ്ട് റിപ്പോർട്ട് നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ലോക്കൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവുമാണ്. അപ്പോൾ ഇത്തരം നേതാക്കന്മാരൊക്കെ തിരിച്ച് BJPയിലേക്ക് പോവുക എന്നുള്ളതും അവിടെയും പാർട്ടിക്ക് അല്ലെങ്കിൽ BJP കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം പല ഹിന്ദി ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റിലും ലൈക്ക് ഛത്തീസ്ഗഡ് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും അതുപോലെ ഗുജറാത്ത് വെസ്റ്റിൽ ആണെങ്കിലും ഒക്കെ BJP അവർക്ക് എത്താവുന്നതിൻ്റെ ഒരു സാച്ചുറേഷൻ ഇതിലെത്തി. ഇനി BJPക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒന്ന് ഉത്തർപ്രദേശ്, രണ്ട് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ത്രികോണ മത്സരം അത് BJPക്ക് സഹായകരമാകാനാണ് ചാൻസ്. കാര്യം BJP വോട്ടാണ് ലോക്സഭ ആയതുകൊണ്ട് അവിടെ സ്പ്ലിറ്റ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു മത്സരത്തിൽ BJP വേഴ്സസ് തൃണമൂൽ കോൺഗ്രസ് വേഴ്സസ് CPM കോൺഗ്രസ് ഒരു സഖ്യം, അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ BJPക്ക് തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമത വിജയിച്ചു, 213 സീറ്റ് നേടി, മൂന്നാം തവണയും അധികാരത്തിലേറി. പക്ഷേ 77 സീറ്റുകളുമായി BJP മുഖ്യപ്രതിപക്ഷമായി. CPMന് ഒറ്റ പ്രതിനിധി പോലുമില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആ തെരഞ്ഞെടുപ്പിന്. 2021 നിയമസഭയിലെ വോട്ട് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ തൃണമൂൽ 48.5% വോട്ട് നേടി, BJP 38.5%, CPIM 4.8%, കോൺഗ്രസ് 3% വോട്ടുമാണ് പിടിച്ചത്. ലിസ് മാത്യു തുടരുന്നുണ്ട്. ലിസ് മാത്യു, പല ഘട്ടങ്ങളിലും ഇന്ത്യ മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മമതയാണ് കണ്ടത്. അവരിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഇത് സഖ്യത്തെ ബാധിക്കുക? മമതാ ബാനർജിയുടെ ഒഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഇന്ത്യ മുന്നണിയിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ഓഫ് കോഴ്സ് JDU അവിടെ സ്പ്ലിറ്റ് ചെയ്ത് BJPയിലേക്ക് പോയത് ഒരു വലിയ അടിയായിരുന്നു, സെറ്റ്ബാക്ക് ആയിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ നേതാവ് എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് കരുതിയിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞതിന് ശേഷം ഒരു പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. അതിൽ പല ക്രൂഷ്യൽ ഡെസിഷനും എടുക്കാനായിട്ട് അതിൻ്റെ പാർട്ടുമായിരുന്നു. അവർ ഇപ്പോൾ ഞങ്ങൾ സീറ്റ് ഷെയർ ചെയ്യുന്നില്ല, 42 സീറ്റിലും മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഇന്ത്യ മുന്നണി തകർന്നു എന്നുള്ള ഒരു രീതിയിലുള്ള മെസ്സേജായിരുന്നു. അത് നമ്മളിപ്പം അങ്ങനെ ക്രിറ്റിസിസം പറയുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പെർസെപ്ഷനാണ് അതുണ്ടാക്കിയത്. ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം നോക്കുമ്പോൾ ശരിയാണ്, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉത്തർപ്രദേശിൽ ഒരു അലയൻസ് ഉണ്ടാക്കി, DMKയും കോൺഗ്രസും TMC അവിടെ തമിഴ്നാട്ടിലുണ്ടാക്കി, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 2-3 സംസ്ഥാനത്തുണ്ടാക്കി. ശരിയാണ്, അവരുണ്ട്. എങ്കിൽ തന്നെയും മമതാ ബാനർജിയെ പോലെ ഒരു നേതാവ് അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയപ്പോൾ അതും ബംഗാൾ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ബംഗാൾ ഒരു ക്രൂഷ്യൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബെൽവെദർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തമായ ഒരു പാർട്ടി കൂടെ ഇല്ല.
ഒരു മുഖ്യമന്ത്രി നിതീഷ് കുമാർ പോയി, അതിനുശേഷം ഉടനെ സംഭവിച്ചതാണ് മമതാ ബാനർജിയുടെ തീരുമാനം. ലെഫ്റ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്, മറ്റിപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമ്മൾ ഒരുമിച്ച് മത്സരിക്കില്ല, അത് സ്വാഭാവികമായിട്ട് സാധ്യത പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് കുറേ ഈവൻ ലെഫ്റ്റ് പാർട്ടികൾ പോലും മമതാ ബാനർജിയുടെ പാർട്ടിയുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനായിട്ട് കുറേയേറെ കോംപ്രമൈസുകൾക്ക് തയ്യാറായിരുന്നു. വലിയ ഡിമാൻഡുകളൊന്നും സീറ്റുകൾക്ക് മുന്നോട്ട് വെച്ചില്ലായിരുന്നു. ഈവൻ കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ച സീറ്റുകളിൽ മാത്രം വിഭജിക്കാൻ വരെ പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു. ഇതൊന്നും സ്വീകരിക്കാതെ മമതാ ബാനർജി മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുമിച്ച് നിന്ന് BJPയെ എതിർക്കാനായിട്ട് ഒരു ഉദ്ദേശമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാത്ത രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. സന്ദേശ് ഖലി അടക്കമുള്ള വിഷയങ്ങൾ പശ്ചിമബംഗാളിൽ വലിയ തോതിൽ പ്രതിഫലിക്കും. ദേശീയ തലത്തിലെ സീറ്റ് വർദ്ധിപ്പിക്കാൻ BJPക്ക് ബംഗാളിലെ 18 എന്ന കണക്ക് ഉയർത്തേണ്ടതുണ്ട്. മമതാ സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ, സന്ദേശ് ഖലിയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ, BJPക്ക് പ്രചാരണത്തിന് വേണ്ടുവോളം വിഷയങ്ങളുണ്ട്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും സന്ദേശ് ഖലി രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് മോദി പറഞ്ഞത്. TMC के नेता ने संदेश खाली में बहनों बेटियों के साथ दुस्साहस की सारी हदें पार कर दी. जब संदेश खाली की बहनों ने अपनी आवाज बुलंद की, ममता दीदी से मदद मांगी, उन्हें बदले में क्या मिला? मुख्यमंत्री दीदी ने, बंगाल सरकार ने TMC के नेता को बचाने के लिए जो भी कर सकते थे पूरी शक्ति लगा दी. क्या ऐसी TMC को माफ करेंगे? ऐसी TMC को माफ करेंगे? क्या माताओं बहनों के साथ जो हुआ है उसका बदला लेंगे कि नहीं लेंगे? लेंगे कि नहीं लेंगे? हर चोट का जवाब वोट से देना है. ലിസ് മാത്യു വീണ്ടും. ലിസ്, ഇപ്പോൾ മണിപ്പൂരിൽ പോകാത്ത മോദി സന്ദേശ് ഖലി വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാകും സന്ദേശ് ഖലി ബംഗാളിൽ പ്രതിഫലിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ സക്സസ് പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ടായിരുന്നു. അതിന് നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് അവർ കുറേയേറെ പ്രോഗ്രാംസ് അനൗൺസ് ചെയ്തു. അപ്പോൾ BJPക്ക് അറിയാം, BJP അവിടെ കുറേയേറെ ഇൻറോഡ്സ് ഉണ്ടാക്കിയിരുന്നു വെസ്റ്റ് ബംഗാളിൽ. അതൊന്നും വിജയിക്കാതെ മമതാ ബാനർജിക്ക് സെക്കൻഡ് ആയിട്ട് പോകേണ്ടതിൻ്റെ ഒരു പാർട്ടി കെയിം സെക്കൻഡ് ടു മമതാ ബാനർജീസ് TMC. അതൊരു പ്രധാന കാരണം അവിടുത്തെ സ്ത്രീകളുടെ വോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP സ്ത്രീകളുടെ വോട്ടിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തി. വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്തിൽ വളരെയേറെ. അത് നമുക്കറിയാം, സന്ദേശ് ഖാലി എന്ന സംഭവം സംഭവിച്ചു. അതിനുശേഷം BJPയുടെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടതാണ്. അവരുടെ നടപടികളും അവരുടെ ആക്ഷൻ, ഗവർണർ അടക്കമുള്ള അവരുടെ പ്രതികരണം എല്ലാം നമ്മൾ കണ്ടതാണ്. ശേഷം പ്രധാനമന്ത്രി അവിടെ പോയി അവിടെ ഒരു ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ച്, മറ്റും മണിപ്പൂരിനെ പറ്റി സംസാരിക്കാനായിട്ട് പ്രധാനമന്ത്രി എത്രയോ ദിവസങ്ങൾ എടുത്തു എന്ന് നമുക്കറിയാം. ആ പ്രധാനമന്ത്രി സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു, അവരെ കണ്ടു എന്നും കണ്ടില്ല എന്നും വാർത്തകളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഇമേജ് ഉണ്ട്, അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഇമേജാണ്. അത് സ്ത്രീകളുടെ ഇടയ്ക്ക് അദ്ദേഹം വളരെ ഡിസൈസീവും വളരെ സ്റ്റേബിളും ആയിട്ടുള്ള ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ്. അങ്ങനെയുള്ള ഇതിൽ ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സന്ദേശ് ഖാലി സംഭവം BJPക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം, അത് TMCയെ പോലെ ഒരു പാർട്ടിയെ അത് കുറച്ച് ഡിഫെൻസിലാക്കി. അത് കഴിഞ്ഞിട്ട് അവർ ആ പർട്ടിക്കുലർ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഇത് ചെയ്തു. അത് ദീവർ ഓൺ എ ബാക്ക് ഫുട്ട് അതുകൊണ്ട് തന്നെ BJP കുറേയേറെ അതിനെ മുതലെടുക്കാൻ മുന്നോട്ട് പോയി. അത് തീർച്ചയായിട്ടും ഈ അവിടെ മാത്രമല്ല, പല
സ്ഥലത്തും BJPയെ സഹായിക്കുന്ന രീതിയിലാണ് BJP. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനും ആ നെറേറ്റീവ് അനുസരിച്ച് വർക്ക് ചെയ്യാനും അതിനനുസരിച്ച് ഇലക്ഷൻ ക്യാമ്പയിനെ ഷേപ്പ് ചെയ്യാനും അതനുസരിച്ച് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും BJPയെ പോലെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിയും ഇല്ല ഇപ്പം. TMC ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളാണ് അവരുടെ സംസ്ഥാനത്ത്. പക്ഷേ BJPയുടെ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, BJPയുടെ നറേറ്റീവ് സെറ്റിങ്ങിൽ ഈ പാർട്ടികളൊന്നും ഒരു ദേ ആർ നോട്ട് ഈവൻ കമ്മിങ് നിയർ ടു ദം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും BJP ഇതിനെ ഒരു വലിയൊരു സംഭവമാക്കി അങ്ങനെയുള്ള നറേറ്റീവ് സൃഷ്ടിച്ച് ഒരു TMC അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ വളരെ സ്ത്രീകളുടെ എംപവർമെൻറ്റിനും സ്ത്രീകളുടെ ഇതിനു വേണ്ടിയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടും മമതാ ബാനർജിയെ എതിരായിട്ടും ചെയ്യാനായിട്ട് BJPക്ക് പറ്റും. ന്യൂനപക്ഷ വോട്ടുകൾ ബംഗാളിൽ ഏറെ നിർണായകമാണ്. 70.54% ഹിന്ദുക്കളാണ് പ്രധാന വോട്ട് ബാങ്ക്. 27.01% വോട്ടുകളുള്ള മുസ്ലിം വിഭാഗം തിരഞ്ഞെടുപ്പിൽ എന്ത് ചിന്തിക്കും എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ജന്മിത്വത്തിനെതിരെ പോരാടിയ നക്സൽബാരി പ്രസ്ഥാനത്തിന്റെ വീര്യം കണ്ട ബംഗാളിൽ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ തിരഞ്ഞെടുപ്പിൽ ഭാഗധേയം നിർണ്ണയിക്കുന്നതാണ്. 25% മുന്നാക്ക വിഭാഗങ്ങളാണ് ബംഗാളിലുള്ളത്. 23.51% ദളിത് വിഭാഗങ്ങളുണ്ട്. 16% മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുള്ളത്. 5.80% ആദിവാസി വിഭാഗങ്ങളുള്ളത്. CAA നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്ന സംസ്ഥാനമാണ് ബംഗാൾ. CAA നടപ്പാക്കില്ല എന്ന് മമതാ ബാനർജി ആവർത്തിക്കുന്നു. വീണ്ടും ലിസിലേക്കാണ്. ലിസ്, ഇപ്പോൾ CAA നിയമം ബംഗാൾ ശക്തമായി എതിർക്കുകയാണ്, നടപ്പാക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ്. ബംഗാളിൽ ഇത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും? ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ലഭിക്കാൻ ഇത് സഹായിക്കുമോ മമതയെ? അത് മമതാ ബാനർജി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കുറിച്ച് സ്ട്രാറ്റജിക്കലി ചെയ്ത ഒരു മൂവാണ്. കാര്യം ഈ CAA കൊണ്ട് BJP നടത്തുന്ന ഒരു ഹിന്ദു കൺസോളിഡേഷൻ, അതിനെ എതിർക്കാനായിട്ട് മമതാ ബാനർജി ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TMCക്ക് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് TMC ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രലി ക്രൈസിസിലാവുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഒഴിവാക്കി ഒരിക്കലും CAA പോലുള്ള ഒരു മൂവിനെ അവർക്ക് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മമതാ ബാനർജി സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തു. BJP ഇവിടെ ഉദ്ദേശിക്കുന്നത്, BJPക്ക് ഇതിനകത്ത് രണ്ട് കമ്മ്യൂണിറ്റികളുണ്ട്, മത്തുവ ആൻഡ് രാജ്വൻഷി എന്ന് പറയുന്ന. ഈ രണ്ട് കമ്മ്യൂണിറ്റികളും ബംഗ്ലാദേശ് ബോർഡറിലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവിടുത്തെ ഈ രാജ്വൻഷി കഴിഞ്ഞ പ്രാവശ്യം ഈ CAA പാസ്സാക്കിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ CAAയുടെ റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിലും രാജ്വൻഷി BJPയുടെ കൂടെ നിൽക്കുകയും, അതേസമയം മത്തുവ കമ്മ്യൂണിറ്റി BJP ഇത് റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്കെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യമാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായത്. ലോക്സഭാ ഇലക്ഷൻ ഇവരെല്ലാം BJPക്ക് വേണ്ടി വോട്ട് ചെയ്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് കമ്മ്യൂണിറ്റിയുടെ വളരെ വലിയൊരു കൺസോളിഡേഷൻ ആ സംസ്ഥാനങ്ങളിൽ, ആ ബോർഡർ സ്റ്റേറ്റുകളിൽ BJPക്ക് ഉണ്ടാവും. ഒന്ന്. രണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള, അതായത് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരോട് അവിടെയുള്ള ജനങ്ങളുടെ പലരുടെയും സമീപനം ഈസ് വെരി ഡിഫറെൻറ്റ്. നമ്മളിവിടെ നിന്ന് കാണുന്നത് പോലെ അല്ല അവരൊരു ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം തട്ടിയെടുക്കാൻ വന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു. അപ്പോൾ അതുകൊണ്ടൊരു ഹിന്ദു കൺസോളിഡേഷൻ അവിടെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും BJPയെ അവിടെ സഹായിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇലക്ഷൻ തൊട്ട് മുമ്പ് അവർ ചെയ്തത്. പിന്നെ ജനറലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൂവറാണ്, പുള്ളി പറയുന്നതെല്ലാം നടത്തുന്ന ആളാണ്. ജോ കഹാ ഓ നിഭയ എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു ഇമേജും, അദ്ദേഹത്തിൻ്റെ ജനറൽ ഇമേജും, ഒരു ബ്രാൻഡ് മോദി എന്നുള്ളതിനൊരു റീഇൻഫോഴ്സ്മെൻറ്റും, അതിൻ്റെ കൂടെ ഈ ഹിന്ദു കൺസോളിഡേഷനുമാണ് BJP ഉദ്ദേശിച്ചത് CAA പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നന്ദി ലിസ് മാത്യു. ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 27% വരുന്ന മുസ്ലിം വോട്ടർമാർ ഈ സംഭവവികാസങ്ങളിൽ ഇതുവരെ പിന്തുണച്ച തൃണമൂലിനെ കൈവിടുമോ? എങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ടാണ് പോവുക? ബംഗാൾ വലിയ ഉത്തരമാണ് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ BJPക്കും. മറ്റൊരു സംസ്ഥാനവുമായി വീണ്ടും കാണാം. എക്സ് ഫാക്ടർ അടുത്തയാഴ്ച.